മീനച്ചാറിന്റെ പടം കൊടുത്തിട്ട് എവിടെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ രാവിലെ അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ദേണ്ട ഇയാൾക്ക് സുഖമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോ ഭയങ്കര തിരക്ക്. പിന്നെയാണ് മനസ്സിലായത് ജാതിമത ഭേദമന്യേ എല്ലാ ദൈവങ്ങളും അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ദൈവങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ഹോസ്പിറ്റലുകാർക്ക് വർക്ക് എടുത്ത് കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 3-3.5 മാസത്തിന് ശേഷം എന്റെ മോനെ പിന്നെയും പനി പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി കേട്ടോ. നിങ്ങളൊക്കെ പറയും പോലെ ഞങ്ങൾ പിന്നെ എവിടെ പോയാലും കുടുംബസമേതമാണല്ലോ. ശീതുട്ടിയുടെ പ്രാർത്ഥന വേണമെങ്കിൽ ഞാൻ തർജ്ജമ ചെയ്തു തരാം. എന്റെ ഭഗവാനെ എന്റെ ചേട്ടനെ കുണ്ടുതത്തിൽ തന്നെ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ കിട്ടണേ എന്നായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഈ പിള്ളേരുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേൾക്കുമെന്നാണ് ഡോക്ടറെ കണ്ട ഉടനെ പുള്ളിക്കാരൻ 2 ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഒരു പൂ പറിക്കുന്ന പോലെ ഉള്ളൂ കേട്ടോ. എന്തായാലും കുടുംബത്തേക്ക് വന്ന് കാരണവരൊന്ന് കണ്ട സ്ഥിതിക്ക് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോയല്ലേ. മോൻ ഇവിടെ തന്നതെല്ലാം നന്നായിട്ട് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് മാറിയിരിപ്പുണ്ടേ. ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് വലിയ ചൂടില്ല, തണുപ്പായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറാൻ പോലും നിന്നില്ല. കണ്ണന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന മീൻ നമ്മൾ ഇതുവരെ എടുത്തില്ല കേട്ടോ അച്ചാറിടാൻ. എന്നാ പിന്നെ ഇന്നത്തെ അംഗം അതിലോട്ടാവാന്ന് വിചാരിച്ചു കേട്ടോ. പാവം കണ്ണൻ നല്ല ഫ്രഷ് മീന് അപ്പൊ തന്നെ വെട്ടി മേടിച്ചായിരുന്നു അച്ചാറിടാൻ. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2-3 ദിവസമായി. ഹോസ്പിറ്റലിൽ പോയപ്പോ തന്നെ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് പോയതുകൊണ്ട് ഈ പൈസൊക്കെ മെൽറ്റായി നല്ല പരുവത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വെല്ല് ചെയ്ത് അങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് വെക്കുക. മീൻകടക്കാരൻ സംഗതി അച്ചാറിനെന്ന് പറഞ്ഞാണ് വെട്ടി തന്നെങ്കിലും ഇവിടെ കൊണ്ടുവന്നോക്കിയപ്പോ ഓരോന്നും മുതുക്ക് പീസുകൾ. ഇനി മീനിന്റെ കണ്ണിലും മൂക്കിലൊക്കെ മുളക് കയറുന്ന സമയം കൊണ്ട് കുറച്ച് നമുക്ക് എന്താ സംഭവം ഇത് കഞ്ഞി ഉണ്ടാക്കാം. നല്ല ചമ്പാവിന്റെ പൊടിയിൽ നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ച് പയറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇനി അടുപ്പത്തിരിക്കുന്ന കുക്കർ നിലവിളിച്ച് എന്റെ അമ്മയെ എന്നൊന്ന് ഇറക്കി താഴെ വെക്കണേ എന്ന് പറയുന്നവരെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. പിന്നെ കംപ്ലീറ്റ് വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനിടയ്ക്ക് പുറത്തൊരു തട്ടലും മുട്ടലും കേൾക്കുന്നതായിട്ട് ചെന്ന് നോക്കിയപ്പോ അച്ഛൻ മേശിരി ദേണ്ട ഇവിടെ കൃഷിപ്പണിക്കാരനായിട്ട് നിൽക്കുന്നു. തൊട്ടടുത്ത് അമ്മ അവിടെ കളക്കൂ ഇവിടെ കളക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. കമ്മച്ചി അവിടെ നിന്ന് കണ്ട്രാക്ക് പറഞ്ഞോണ്ടിരിക്കും. നശിപ്പിച്ച് ആദ്യത്തെ വീട്ടിൽ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം ഞാൻ പുറത്തേക്ക് പോയ സമയം നോക്കി തന്നെ കുക്കർ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. പിന്നെ ഓടി വന്ന് അത് ഓഫാക്കി കേട്ടോ. പിന്നെ അച്ചാറിനുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചിട്ട് കുറച്ചു നേരം ശീതോട്ടെ കാണാനില്ല. ഒന്ന് പോയി നോക്കിയപ്പോ ദേണ്ട സ്നഗ്ഗി എടുത്ത് തലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ പറഞ്ഞ സാധനം മൂട്ടിലിട്ടിട്ട് കൊച്ചു മടുത്ത്. എന്നാ പിന്നെ കുറച്ചു നേരം തലയിൽ കിടക്കട്ടെന്ന് വിചാരിച്ചാണ്. ഇനി നന്നായിട്ട് വെന്ത് കുറുകി പരുവായിരിക്കുന്ന കഞ്ഞിലേക്ക് തേങ്ങയും തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അമ്മടാ ഇളക്കി കൊടുക്കണേന്നല്ല, ഞാൻ ഇളക്കി കൊടുത്ത് അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ല അടിപൊളി കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്റെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാങ്ങ അച്ചാറാണ്. അതുകൊണ്ട് മാങ്ങ അച്ചാറും കൂട്ടിയാണ് കഞ്ഞി കൊടുത്തത്. ഈ കഞ്ഞിനെ എന്നെ കയറി കടിക്കും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ രൂക്ഷമായിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇനി എന്റെ കത്തിക്ക് ഇരയാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിക്കുട്ടന്മാരാണ് കേട്ടോ. ഇഞ്ചിക്കുട്ടനെ ഇങ്ങോട്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് കുനുകുനുകുനെ അരിഞ്ഞെടുക്കണേ. ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ കുനുകുനെ അരിഞ്ഞെടുക്കണമെങ്കിൽ അത് അറിയാവുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. എനിക്ക് പിന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ അച്ചാറിൽ പ്രധാനിയല്ല അച്ചാറിനകത്ത് ഇടാൻ പ്രധാനമായിട്ടുള്ള വെളുത്തുള്ളിയാണ്. പണ്ട് കാലത്തെ വെളുത്തുള്ളി എല്ലാം തീരെ കനം കുറഞ്ഞതായിരുന്നു. ഇപ്പോഴത്തെ വെളുത്തുള്ളി ആണെങ്കിൽ ഓരോന്ന് ചക്കക്കുരുവിന്റെ അത്രയുണ്ട്. വെളുത്തുള്ളിക്ക് വലിപ്പം കൂടിയപ്പോ മണവും കുറഞ്ഞു, ഗുണവും കുറഞ്ഞു. അച്ചാർ ഏതാണെങ്കിലും നല്ലെണ്ണയാണ് ബെസ്റ്റ് കേട്ടോ. അപ്പൊ നല്ലെണ്ണ കുപ്പി പൊട്ടിച്ച് നിങ്ങൾ എടുത്തോ. ആ പറഞ്ഞ നല്ല എണ്ണ എന്റെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി മീൻ നേരെ എടുത്ത് വാരി അങ്ങോട്ട് വിതറരുത്. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം മീൻ ഇടാൻ കേട്ടോ. മീൻ എണ്ണയായിട്ട് ഇട്ടുടനെ ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. ആക്രാന്തം പിടിച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയെല്ലാം അതിന്റെ പാട്ടും പാടി അങ്ങ് പോകും കേട്ടോ. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മീൻ അവിടെ കിടന്നൊന്ന് പരുവാവട്ടെ. അതിനിടയ്ക്ക് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. അച്ഛന്റെ കയ്യിൽ കൂന്താലും പിടിച്ച് ഓതിനും കടകത്തിൽ ഒഴിവെന്നൊക്കെ പറഞ്ഞ് ദേണ്ട വെട്ടി തകർക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇതിനിടയ്ക്ക് ശീതൂട്ടി എവിടെ എന്നാണെങ്കിൽ ദേണ്ട പുള്ളിക്കാരി നല്ല ഉറക്കത്തിലാണ്. നമ്മൾ എണ്ണയിലേക്ക് കോരിട്ടിട്ട് പോയ മീനല്ല ദേണ്ട നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ മീന് പാറക്കല്ല് മാതിരി ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇല്ലെങ്കിൽ അച്ഛനും ചവയ്ക്കാൻ പറ്റില്ല കേട്ടോ. മീൻ അച്ചാർ നമുക്ക് ഏത് മീനിലും ഇടാം. അത്യാവശ്യം പൊടിഞ്ഞു പോകാത്ത മീനാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കുവേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വറുത്ത് കോരിച്ചതിക്ക് അതിഗംഭീരമായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ അങ്ങോട്ട് വാരി വിതറി കൊടുക്കാവേ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, മീൻ കോരി ഇടുമ്പോൾ തമ്മിൽ അവര് ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഇടവരരുത്. അവസാനം എല്ലാം കൂടെ ഒട്ടി വാരിയിരിക്കുവേ. മീൻ വറുത്ത് കോരുന്നതിനിടയ്ക്ക് ആദ്യം വറുത്തെന്ന് ഒരു കഷ്ണം വെറുതെ ഒന്നിടത്ത് കഴിച്ചു വെക്കാൻ കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ. രണ്ടാമത്തെ സ്റ്റെപ്പ് മീൻ അടുപ്പിലേക്കല്ല എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാൻ പോയി നോക്കിയപ്പോഴേക്കും അച്ഛൻ തേണ്ട നന്നായിട്ട് നമ്മുടെ മുളകിന്റെ തൈ എല്ലാം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ആഹാ, നിങ്ങൾ കിളക്കുന്നവരെ നടുന്നവരെ മാത്രമേ വീഡിയോയിൽ പിടിക്കുള്ളൂ. എന്നാ പിന്നെ ഞാനും നന്മട്ടി എടുത്ത് 2 കിളപ്പ് കിളക്കാന്ന് പറഞ്ഞ അമ്മ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കണ്ണം വിളിച്ചിട്ട് മോന്തേ അവന്റെ കണ്ണപ്പച്ചനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. നീ ക്യാമറയുടെ മുന്നേ കിടന്ന് ഫാഷൻ ഷോ കളിക്കുന്നത് അകത്ത് അടുപ്പയിൽ മീൻ ഇട്ടിട്ടല്ലേടി എന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് മീനിന്റെ കാര്യം ഞാൻ ഓർത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനച്ചാറിന്റെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. മീനെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഉലയും കൂടെ ഇട്ട് അത് രണ്ടും കൂടെ ഞക്കറ് മുക്കറ പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലായ സോഹയും കൂടെ ഇട്ട് കൊടുക്കണേ. കറിവേപ്പില അങ്ങോട്ട് വാരി ഇട്ടുന്ന കയ്യിൽ തന്നെ തിളച്ച എണ്ണ വന്ന് തെറിച്ച് അത് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും, കുറച്ചല്ല നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പിന്നെ ബാക്കി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണേ. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് 4 ഇളക്ക് നന്നായിട്ട് സംഭവം ഒന്ന് വാടി വരുമ്പോഴേക്കും ഇനി അടുത്ത് നമ്മുടെ പൊടി ഐറ്റംസിന്റെ വരവായി കേട്ടോ.
മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പുപൊടി, ഇത്രയും ഞാൻ ഇട്ടോളെ. എക്സ്ക്യൂസ് മീ, കായപ്പൊടി വേണ്ട, അതിന് പകരം ഉലുവാപ്പൊടിയാണ്. ഞാൻ പറഞ്ഞ ഇച്ചിരി മാറിപ്പോയതാണ്. ഇനി ആവശ്യത്തിന് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇവിടെ പിന്നെ അച്ചാറിന് അധികം ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഇച്ചിരി കൂടെ ഉപ്പ് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അങ്ങനെ തിളക്കുന്ന ഈ മൊമെന്റിൽ ഇപ്പൊ ഒരു മണം ഇങ്ങോട്ട് നമ്മുടെ മൂക്കിലേക്ക് വരുവേ. ഒരു പറ ചോറുണ്ണാൻ ആ മണം തന്നെ മതിയാവും. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ ചെയ്ത് വിട്ടോണം. അയ്യോ, ഞാനാണെങ്കിൽ ഇതേ വേർത്ത് കുളിച്ചിരിക്കും കേട്ടോ. എന്തൊരു ചൂടാ. ഇനി കട്ടൻ ചായ ഇടണം. അമ്മയും അച്ഛനും അവിടെ തകൃതിയായിട്ട് ചെടി നടുന്ന പരിപാടി. ചെടിയല്ല, മുളക് നടുന്നത്. അത് ചെടിയാണല്ലോ. അപ്പോൾ കട്ടൻ ചായ കൂടി ഇട്ടുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ കൊച്ചത്തെ ഇറങ്ങി എങ്ങോട്ടാ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് പാപ്പം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കട്ടൻ ചായ കൂടി ഇട്ട് തട്ടാന്ന് വിചാരിച്ചു. അച്ഛൻ സമൂസ കടിച്ചു വലിക്കുന്നുണ്ടോ അമ്മ പറയാണ് ഇന്നിപ്പോ ഇതൊക്കെ ഉള്ളൂ, ശമ്പളം ഇല്ലാത്രേ. ഈ നിൽക്കുന്ന മുളകൊക്കെ ഇനി പൂത്ത് കായ് വന്നാൽ മാത്രമേ അച്ഛന് ശമ്പളം കൊടുക്കുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞു കേട്ടോ. എന്നാ പിന്നെ ഞങ്ങളും ഇവിടെ എങ്ങനെയൊക്കെ ഇരുന്ന് കട്ടൻ ചായ സ്നാക്സും തട്ടാന്ന് പറഞ്ഞേ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടേ. കളച്ച് തളർന്നിരിക്കുകയാണ് അമ്മച്ചി കറി. ഞാൻ അകത്ത് ജോലിയുണ്ട്. ഞാൻ ഇവിടെ ആശുപത്രി പോയിട്ട് വന്നിട്ട് ഇരുന്ന് പോലും ഇല്ല. വയ്യാത്തവനല്ലേ ആയിരുന്നു സമൂസ കിട്ടുന്നത്. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കുറഞ്ഞല്ലേ. എനിക്കൊന്നും തരണില്ലേ. ശീതുട്ടിതേ അവളെക്കാരും വലിയൊരു റോളും കൈ പിടിച്ചോണ്ടിരിപ്പുണ്ട്. 2 കടി കടിക്കും. അത് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും തലയെ ചുറ്റി ദൂരെ കളയും. അതാണ് പതിവ് ഇവിടെ നടക്കാറുള്ളത് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇരുന്നെടുത്ത് മൊട്ട വെയിലായുണ്ട്. എന്നാ പിന്നെ കുറച്ചും കൂടെ വെയിലുള്ളവരോട്ട് മാറിയിരിക്കാന്ന് വിചാരിച്ചേട്ടാ. മോനെല്ലാം കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിപ്പുണ്ടെങ്കിലും അവനൊന്നും കഴിക്കുന്നില്ല, വെറുതെ വെച്ചോണ്ടിരിക്കുവാണേ. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീനച്ചാറിന്റെ കാര്യം ഓർത്തത്. എന്നാ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ മീനച്ചാർ മണ്ണ് തിന്നാൻ എന്റെ കയ്യിൽ തറയിൽ പോകാൻ പോയേ. സൂപ്പർ. നല്ല ബീഫ് വരട്ടിക്കൊണ്ടിരിക്കണം മീനച്ചാറ. എന്താണ് ഞാനും അറിയുന്നത്. എന്താ വേണം? സൂപ്പറാ. എന്റെ മോമിന്റെ പണ്ടേ അച്ചാർ ഉദയനാണ്. ദേണ്ട ഒരു പെട്ടിക്കകത്ത് കയറുന്നുണ്ട്. അച്ചാറിന് കഴിഞ്ഞിട്ട് പോണേ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ പാവം അച്ഛനും കൂടെ കൊടുക്കാം അല്ലേ. ഞാൻ അച്ചാറിട്ടെന്ന് പറഞ്ഞപ്പോ കണ്ണ ആദ്യം പറഞ്ഞത് ഇത് നമുക്ക് പ്രൊഫഷണൽ ആക്കിയാലോ എന്നാണ് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ UK ചേച്ചിയും കുഞ്ഞും വിളിച്ചായിരുന്നു. കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൾ ഇപ്പോഴേ കടുക് മണി പോലെയാണ് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടോ. അതും നല്ല കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ. ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്കും ഒന്നും മനസ്സിലായില്ല, അമ്മയ്ക്കും ഒന്നും മനസ്സിലായില്ല. മിക്കവാറും ഇവളോട് സംസാരിക്കാൻ ഞാനും അമ്മയും വല്ല സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിനും പോകേണ്ടി വരും കേട്ടോ. അവളീ പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് കൊച്ചിനറിയില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ചിരിച്ചോണ്ടിരിക്കാൻ അമ്മ. അങ്ങനെ വെറുതെ അവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരുന്ന ഞാൻ വല്ല മന്ദവത്തിയാണെന്ന് കൊച്ചു വിചാരിക്കും. അതുകൊണ്ട് നമ്മുടെ കുറച്ച് ലൂബിക്ക് വരയ്ക്കാന്ന് പറഞ്ഞ് പോയപ്പോൾ തറയിൽ മാത്രം പഴുത്ത് കിടക്കുന്നു, മണ്ടയിൽ കംപ്ലീറ്റ് പച്ച. അങ്ങനെ ഈ വീഡിയോ കോൾ കഴിയുന്നതോട് കൂടി ശീതുട്ടിയും അമ്മയും ഇംഗ്ലീഷ് പഠിച്ച് ഒരു വഴിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ചക്ക കൊണ്ടൊന്ന് വെച്ചിട്ട് 3-4 ദിവസമായി. എന്നാ പിന്നെ പഴുത്ത് കാണും. കഴിക്കാനും പറഞ്ഞത് മുറിച്ച് വെക്കുമ്പോൾ കൊത്തൻ ചക്കയായിരുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.